തമീർ, ഞാനൊന്ന് ഇടപെടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ചികിത്സയിൽ കഴിയുന്ന അരുണിനെയും അനിലിനെയും അവന്തികയെയും സുഹൃതയുമാണ് കാണുന്നത്. ഒഡീഷക്കാരിയാണ് സുഹൃത. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, ആശുപത്രിയിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി അവിടെ നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് അവിടെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ആളുകളെ, അതിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ട അവന്തിക മോളെ കാണുന്നതിന് കൂടിയാണ് എത്തുന്നത്. അവന്തികയുടെ പേരടക്കം പ്രധാനമന്ത്രിക്ക് നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട് പരിചിതമാണ്. അവിടെ അവരെ ആശ്വസിപ്പിക്കുന്നതിന് അവർക്കൊപ്പമുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് നേരത്തെയും പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടേയിരുന്നത്. അവന്തിക മോളെ ആദ്യം കാണുക, അതിനുശേഷം മറ്റുള്ളവരെ കാണുക, അങ്ങനെയാണോ? ആദ്യം കാണും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോഴും ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴുമെല്ലാം ഇവിടെ അനാഥരായിപ്പോയ കുട്ടികളെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ ആശങ്കയുണ്ടായിരുന്നു. അനാഥരായിപ്പോയ 7 കുട്ടികളുണ്ട് എന്ന് നേരത്തെ ജില്ലാ ഭരണകൂടം തന്നെ പറഞ്ഞിരുന്നു. അതിൽ അവന്തികയെക്കുറിച്ചുള്ള വാർത്തകളും നേരത്തെ വന്നിരുന്നു. അവന്തിക കാണുക എന്നുള്ളതാണ് ഈ ആശുപത്രി അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ആദ്യത്തെ ഉദ്ദേശമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അരുൺ, അനിൽ, സുഹൃത തുടങ്ങി മറ്റുള്ളവരെയും കാണുന്നുണ്ട്. ഒരു ഒറീസ സ്വദേശിയെ കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ മുണ്ടക്കൈ ഭാഗത്ത് റിസോർട്ടിൽ താമസിച്ചിരുന്ന ഒറീസ ദമ്പതികളിൽ ഒരാൾക്ക് വലിയ തോതിൽ പരിക്കേറ്റിരുന്നു. അവരിൽ ഒരാളെയാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അരുണിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TV നേരത്തെ തുടക്കത്തിൽ ഈ ഉരുൾപൊട്ടലിന്റെ സംപ്രേഷണം തുടങ്ങിയ സമയത്ത് നമ്മൾ വളരെ ദയനീയമായി കാണിച്ചൊരു ദൃശ്യവും അതിൽ ആശ്വാസകരമായി അരുണിനെ രക്ഷപ്പെടുത്തുന്ന വാർത്തയും ഒക്കെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ആ അരുണുമായി നരേന്ദ്രമോദി സംസാരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ 12 ദിവസമായി വിംസ് ആശുപത്രിയിൽ ചികിത്സയെ തുടരുന്ന ഈ 4 പേർക്കും അവർ ഈ ദയനീയമായ കാഴ്ച, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. അവരോടാണ് നരേന്ദ്രമോദി ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ ദയനീയമായ മുഖം പോലെ തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ വേദന മുഴുവൻ അനുഭവിച്ചവരാണ് ഇവർ. കാരണം ഈ ക്യാമ്പിൽ കഴിയുന്നവർ മുഴുവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടവരാണ് എങ്കിൽ ആ ഓടി രക്ഷപ്പെടുന്നതിനിടയ്ക്ക് പരിക്കേറ്റവരാണ്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയിൽ തീവ്രമായി വേദനയേറ്റവരാണ്, മുറിവേറ്റവരാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ കഴിയുന്നത്. അവരോടാണ് നരേന്ദ്രമോദി സംസാരിക്കാൻ പോകുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ യാത്ര, ഈ സന്ദർശനം വളരെ കൃത്യമായി എല്ലായിടത്തും സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു. ദുരന്തമുഖത്തും പുനരധിവാസ കേന്ദ്രത്തിലും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും ഒപ്പം കലക്ട്രേറ്റിലെത്തി ഈ ഭരണകൂടത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന പുനരധിവാസ പ്രക്രിയയ്ക്ക്, പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയും നേരിട്ട് കാണുക എന്നുള്ള ഒരു സമഗ്രമായ സന്ദർശന പ്ലാനായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം നിശ്ചയിക്കപ്പെട്ട സമയത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. 3:15 ഇവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ട നരേന്ദ്രമോദി ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ളതാണ്. ഇനിയൊരു 5 മിനിറ്റ് കൂടി മാത്രമേ അദ്ദേഹം വിംസ് ആശുപത്രിയിൽ തുടരാൻ സാധ്യതയുള്ളൂ. അവിടെ നിന്ന് അദ്ദേഹം കലക്ട്രേറ്റിലേക്ക് പുറപ്പെടും എന്നാണ് അറിയുന്നത്. ഇനി SPG സമയം വെട്ടിക്കുറച്ച് കളക്ട്രേറ്റിൽ നിന്നുള്ള ഈ പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയാൽ പോലും അദ്ദേഹത്തിന് കൽപ്പറ്റ ഗ്രൗണ്ടിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പറന്നു വരാൻ സാധിക്കും. അതിന് എല്ലാ സജ്ജീകരണങ്ങളും, ഞാനിപ്പോൾ കൽപ്പറ്റ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. കൽപ്പറ്റ ഗ്രൗണ്ടിൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു വലിയ സമഗ്ര പ്ലാനോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദി ഈ ദുരന്ത മുഖത്തേക്ക് എത്തിയത്. ദുരന്തത്തിൻ്റെ വ്യാപ്തി പൂർണ്ണമായും ബോധ്യപ്പെടുന്ന വിധത്തിൽ എല്ലായിടത്തും നേരിട്ടെത്തിച്ചേരണം എന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം കണക്കാക്കിയത് ഈ ക്യാമ്പും വിംസ് ആശുപത്രിയിലെ സന്ദർശനവുമാണ്. എത്ര വൈകിയാലും ഇത് രണ്ടും വെട്ടിച്ചുരുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് 15 മിനിറ്റിലകം പുനരധിവാസ കേന്ദ്രത്തിൽ 10-12 പേരോട് നേരിട്ട് സംസാരിക്കാനും അതിനുശേഷം ഈ വിംസ് ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ നേരിട്ട് കാണാനും അദ്ദേഹം സമയം കണ്ടെത്തിയത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പ്ലാനിൽ കളക്ട്രേറ്റിലെ പരിപാടികൾ വെട്ടിച്ചുരുക്കിയാൽ പോലും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അദ്ദേഹത്തിന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഔദ്യോഗികമായൊരു വിശദീകരണം, ഔദ്യോഗികമായൊരു അറിയിപ്പ്, ഔദ്യോഗികമായിട്ടുള്ള പദ്ധതി വിവരണമൊക്കെ ഈ കളക്ട്രേറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ കൂടി അദ്ദേഹത്തിന് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ബോധ്യപ്പെടാൻ, ദുരന്തത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതിനുള്ള എല്ലാത്തരം ഇൻപുട്സും അതിപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന്, ഈ ആശുപത്രിയിൽ നിന്ന്, ദുരന്തമുഖത്ത് നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ.